ഷോങ്ഷങ് റിഡംഷൻ എന്ന ഇംഗ്ലീഷ് പടം കണ്ടിട്ടുണ്ടോ? ഞാൻ ഇംഗ്ലീഷ് പടം കാണും. നീ കാണുന്ന മൊട്ടത്തലയും പ്ലംബറായിട്ട് വരുന്ന പടം, ആ പടത്തിന്റെ കാര്യമല്ല ഇവൻ പറഞ്ഞത്. ഇവന് സിനിമയെ കുറിച്ച് ഒരു വിവരമില്ല കേട്ടോ, ഒരു വിവരമില്ല. നീ പറഞ്ഞ സത്യനന്ദിക്കാണ്ട് പടമല്ലടാ? അല്ലടാ, IV ശശിയുടെ പടം. എടാ, യോഗി ബാബുവിനെ ഡൂപ്പ് ചെയ്യുന്നവനെ ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു വിവരമില്ല, ഒരു വിവരമൊന്നും. ഏയ് ഇങ്ങോട്ട് വാ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതീവ രഹസ്യമായിട്ടൊരു കാര്യമാണ്. നമ്മൾ 3 പേരുമല്ലാതെ 4ാമതൊരുത്തിന് അറിയാൻ പാടില്ല. ഒറ്റ ഒരാളറിഞ്ഞ കുഴപ്പമുണ്ടോ? നീ ആരോടാ പോയി പറഞ്ഞു? സെല്ലിൽ കിടക്കുന്ന ബംഗാളിയോട് അറിയാണ്ട് പറഞ്ഞു പോയി. അണ്ണാ ടെൻഷൻ അടിക്കല്ലേ, ആ ബംഗാളിയല്ലേ, അവന് മലയാളം അറിയത്തില്ലല്ലോ. ആര് പറഞ്ഞു? കഴിഞ്ഞ ഓണത്തിന് ഇവിടുത്തെ മലയാള ഭക്തിപാരായണ മത്സരത്തിന് ആ ബംഗാളിക്കായിരുന്നു 1ാം സമ്മാനം. എന്തായാലും അവന്റെ വായിക്കാത്ത വീണുപോയി, തിരിച്ചെടുക്കാൻ പറ്റുമോ? പക്ഷേ എനിക്ക് നിങ്ങളെ നല്ലപോലെ അറിയണം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇതിനു മുമ്പ് ചാടിയിട്ടുണ്ടോ? ഞാൻ ചാടിയിട്ടുണ്ട്. അവൻ തവള ചാടിയ കാര്യമല്ല ചോദിച്ചത്, ജയിലിൽ ചാടിയിട്ടുണ്ടോ? എന്ത് കോപ്പ് ചാടിയിട്ടാണെങ്കിലും എനിക്ക് നശിച്ച് ചെയ്ത് പോയേ പറ്റൂ. ഇവനിപ്പോ ഇത് നശിച്ച ജയിലായി. എടാ നിനക്കൊരു കാര്യമുള്ള, ഈ ജയിലിനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയാത്തോണ്ടാ. ഞാൻ ഈ ജയിലിൽ കിടന്നിട്ടാണ് എന്റെ 3 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടത്. 3 പെങ്ങന്മാരെ ഞാൻ പുറത്തുണ്ടാക്കി സാധിച്ചിട്ടില്ല. നിങ്ങൾ അകത്തെ നിങ്ങളാണ് സാധിച്ചെടുത്തത്. സംഭവം എന്ന് വെച്ചാലേ, അവള് 3 പേരും എന്നെ കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുവാൻ. അങ്ങനെ എന്റെ മൂത്ത പെങ്ങള് പാർവതി പാറാവുകാരനോട് വിളിച്ചോടി പോയി. എന്റെ 2ാമത്തെ പെങ്ങള് സുപ്രിയ സൂപ്പറിനോടെ പോയി. സൂപ്പർ. പക്ഷേ എന്റെ 3ാമത്തെ പെങ്ങള് ഇവളോട് ആരും കൂടെ പോയില്ല കേട്ടോ. പിന്നെ ആരുടെ പോയി? എന്റെ സെൽമേറ്റ് സെൽവന്റോട് വിളിച്ചോടി പോയി. അതിഗംഭീരം, അതിഗംഭീരം, നല്ല ഫാമിലി. നീ ഇളപ്പുൾ കഥ കെടുക്കണം. നീ പ്ലാനിനെ കുറിച്ച് പറഞ്ഞേ. പ്ലാനൊക്കെ എന്റെ കയ്യിലുണ്ട്, അതെന്റെ കയ്യിലുണ്ട്, നീ വീട്. പക്ഷെ അന്നൊരു പ്രശ്നം, നമ്മൾ എന്തായാലും അവസാനത്തെ ഗേറ്റോട് എത്തുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഞാൻ പുറത്തു പോകും, 2ാമത് നിങ്ങൾ പുറത്തു പോകും. പക്ഷെ 3ാമത് പുറത്തു പോണവനെ പൊക്കും. ഇവിടെ അവിടെ മഞ്ജു ഉണ്ടാ, ഇടിക്കും പൊക്കും വെച്ചാൽ തീർക്കും. മഞ്ജുവാ? മഞ്ജു തീർക്കും. മക്കളെ നീ വന്നേ, ചേട്ടാ ഒരു കാര്യം പറഞ്ഞുതരാം. 1st സെക്കൻഡ് നിങ്ങൾ പൊക്കോ, 3ാമത് ഈ വെല്ലേട്ടം വന്നോളാം. നിങ്ങൾക്ക് വേണ്ടി ആ ത്യാഗം ഞാൻ സഹിച്ചോളാം, ഞാൻ സഹിച്ചോളാം. മഞ്ജു ആക്രമിക്കും. മഞ്ജു എന്നെ ആക്രമിക്കണമല്ലോ. മഞ്ജു എന്നെ ആക്രമിച്ചോട്ടെ, എന്റെ ഷർട്ട് പാൻറ് അവൾ വലിച്ചു കീറിക്കോട്ടെ, എന്നെ നിലത്തിട്ട് ഊർത്തിക്കോട്ടെ. അവളുടെ ശബ്ദം വരാതിരിക്കാൻ ഞാൻ എന്റെ വാ കൊണ്ട് അവളുടെ വാ അടച്ചോളാം. ഇതൊക്കെ എന്തിനാണെന്നറിയാവോടാ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, സ്നേഹം ഒന്നുകൊണ്ട് മാത്രം. സ്നേഹിത, അവളല്ല അവൻ, മഞ്ജുനാഥ്. ഞാൻ ആദ്യം പോയി. ഈ പോക്കും വരവൊക്കെ തീരുമാനിക്കാം. നീ ഇന്നേ വരെ കറക്റ്റ് പ്ലാൻ പറഞ്ഞില്ല. പ്ലാൻ, എന്റെ മാസ്റ്റർ പ്ലാൻ ഞാൻ പറയാം. അങ്ങോട്ട് വാ കേട്ടോ. അതായത് ഇന്ന് രാത്രി ഇവിടെ എല്ലാവരും ഉറങ്ങിയിട്ട് നമ്മൾ ഉണരുന്നു. നമ്മുടെ സെല്ലിലെ 2 അഴികൾ ഞാൻ മുറിച്ചു മാറ്റുന്നു. എന്നിട്ട് അതിനിടെ കൂടെ ഞാൻ നുഴഞ്ഞിറങ്ങുന്നു. ഒന്ന് പറയൂ. അതിനുശേഷം നീ നുഴഞ്ഞിറങ്ങണം. ഞാൻ നുഴഞ്ഞിറങ്ങണം. വെരി ഗുഡ്. അതിനുശേഷം അണ്ണാ നിങ്ങൾ നുഴഞ്ഞിറങ്ങണം. നിങ്ങൾ നുഴഞ്ഞ് ഇറങ്ങണം. നിങ്ങൾ നുഴഞ്ഞ് ഇറങ്ങാത്തത് ഈ ചൂരോടെ എടുത്ത് മാറ്റാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് മാത്രം ജയിലിൽ ചാടിയാൽ മതി. ഞാൻ പറഞ്ഞ എന്റെ അണ്ണനും കൂടി പറ്റുന്ന പ്ലാൻ പറയടാ. ഇങ്ങനെ എല്ലാവർക്കും പറ്റുന്ന പ്ലാൻ എന്ന് പറയുമ്പോ എന്റെ ഒരു പ്ലാൻ ഉണ്ട്. സിമ്പിൾ ആണ്, പക്ഷെ പെട്ടെന്ന് തീരുകയും ചെയ്യും. പറയണോ? ആ കാണുന്ന 5 ഇഞ്ചിന്റെ കോൺക്രീറ്റ് മതിൽ കണ്ട, ആ മതിൽ നമ്മൾ ഈ സ്പൂൺ വെച്ച് തുറക്കുന്നു. തുറന്ന് അവിടെ തുരങ്കമുണ്ടാക്കി അതിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു. എങ്ങനെയുണ്ട്? ഞാൻ പോകട്ടെ. എന്താണ്? എടാ 5 വർഷം കഴിയുമ്പോ എന്റെ ശിക്ഷ തീരും. ഇവൻ ഇത് തുറന്ന് തീരുമ്പോ ജീവനെന്താ ആവുന്ന എനിക്ക് തോന്നുന്നത്. നീ അല്ലടാ പറഞ്ഞ ഇവൻ ആരെ കൊണ്ട് ജയിലിൽ അടിച്ചിട്ടുണ്ട്? ഇവൻ ആരെ കൊണ്ടാണ് ജയിലിൽ അടിക്കുന്നത്? എനിക്ക് വലിയ നല്ല ഡൗട്ട് ഉണ്ട്. നീ ആരാണ് ജയിലിൽ അടിച്ചേ? ഗോപാലപിള്ള. എങ്ങനെ രക്ഷപ്പെടുത്തി? അങ്ങനെ ചോദിക്കും. എന്റെ ബുദ്ധി കൂർമ്മത വെച്ച് ഞാനൊരു പ്ലാൻ തയ്യാറാക്കി. എന്നിട്ട് ആരും കാണാതെ, ഒരു ഈച്ച പോലും അറിയാതെ, ഒരു തെളിവ് പോലും വെക്കാതെ ഞാൻ ആ ഫ്രണ്ട് ഗേറ്റിൽ കൂടെ അങ്ങനെ പുറത്തിറക്കി കൊടുത്ത്. എന്നിട്ടാണ് രക്ഷപ്പെട്ട്. എവിടെന്ന്? ഇവിടെ വണ്ടിക്കുള്ളിൽ പൈസ ഇല്ലാത്തോണ്ട് ആ ഫ്രണ്ട് ഇങ്ങനെ പാറകാരൻ പോലീസിന്റെ 50 രൂപ കടം വാങ്ങിച്ചേക്കണ്. എടാ അന്നാ പുള്ളിയുടെ മൂക്കടിച്ച് പറ്റത്തില്ലായിരുന്നോളാം. നമ്മുടെ ഫാമിലിയിൽ ആരും തന്തയെ തല്ലാറില്ല. ഓ ബാലകൃഷ്ണ പിള്ള എന്റെ ഡാഡി. എനിക്ക് തോന്നുന്നു ഇവനെ കൊണ്ട് ഈ പ്ലാൻ നടക്കുമെന്നൊന്നുമില്ല. അതുകൊണ്ട് ആശാനായി ഞാൻ ഒരു പ്ലാൻ പറയാം. അത് കലക്കും. എടാ നമ്മൾ ഇവിടെ 5 അടി നീളത്തിൽ ഒരു കുഴി എടുക്കുന്നു. ആ കുഴിയിലൂടെ നമ്മൾ രക്ഷപ്പെടുന്നു. എനിക്ക് പറ്റൂല. എന്താ? എനിക്ക് വിയർപ്പിന്റെ അസുഖം, ഞാൻ പണ്ടേ പണിക്ക് പോയില്ല. കുഴി എടുക്കാൻ അറിയത്തില്ലേ? എടാ ആശാൻ പഠിപ്പിച്ചു തരാം. നമ്മൾ ആദ്യം മൺവെട്ടി എടുക്കുന്നു, മണ്ണ് തോന്നുന്നു, മണ്ണ് കൊട്ടയിലെടുന്നു, ശേഷം കൊട്ടയെടുത്ത് തലയിൽ വെക്കുന്നു, പിന്നെ നടന്നു പോയിട്ട് മണ്ണെടുത്തു. ഓക്കെ, കിട്ടിയാ? ഒരു വട്ടം കൂടെ കാണിച്ചു തരാം. ഈ മുണ്ടൊന്നും നോക്കാൻ സമയം തരുമോ? നമ്മൾ ആദ്യം മൺവെട്ടി എടുക്കുന്നു. എടുത്തിട്ട്
മൂന്ന് എന്താ പരിപാടി? അയ്യോ സാറേ, ഞങ്ങൾ ഗാന്ധി ജയന്തിക്കുള്ള ഡാൻസ് പ്രാക്ടീസ് ആണേ. ഡാൻസാ? പുള്ളി നോക്കുന്ന കണ്ടില്ലേ, ഡാൻസ് പഠിക്കണം. എങ്ങനെ? റെഡി, 1 2 3 സ്റ്റാർട്ട്. മയിലാട്ടം ആടാമലേ, മൈക്കൽ ജാക്സൺ വന്നിരുത്ത്. മയിലാട്ടം ആടാമലേ, മൈക്കൽ ജാക്സൺ വന്നിരുത്ത്. അണ്ണാ, ഈ കുഴി എടുക്കണ പരിപാടി നടക്കത്തില്ലണ്ണ. പോലീസുകാർ കണ്ട നമ്മൾ കുഴിയിലാവൂലേ? അങ്ങനെയാണേലേ നമുക്ക് 3 പേർക്കും ചാടാൻ പറ്റിയ ഒരു പ്ലാൻ നീ അങ്ങ് പറ. ഓ, ഈ 3 പേർക്കും ചാടാൻ പറ്റിയ പ്ലാൻ എന്ന് പറഞ്ഞാ ഒരെണ്ണം ഉണ്ട്, പക്ഷെ കൂടെ നിക്കണം. നിന്നു വന്ന് കൂടെ നിക്കടാ. നമ്മുടെ അവിടുത്തെ കുളിമുറിയുടെ ബാക്കില് ഒരു വലിയ ഏണി ഇരിപ്പുണ്ട്. ആ ഏണി എടുത്ത് ചാരി ആ മതിലിൽ വെച്ചാൽ നമുക്ക് അതുവഴി രക്ഷപ്പെടാം. എങ്ങനെയുണ്ട്? അത് കൊള്ളാം, അത് കൊള്ളാടാ. അണ്ണാ പറ്റില്ലണ്ണാ. എനിക്ക് മതിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കല്ലേ തല കറങ്ങും. അല്ല പൊന്നുമൻ, എന്ത് കേസിന് എവിടെ വന്നതെന്നാ പറഞ്ഞത്? ലേഡി സോഷ്യലിനെ മതിൽ ചാടി പിടിച്ചിട്ട് ാണല്ലോ. എടാ, നമ്മൾ ഏണി വെച്ചിട്ടല്ലേ ചാടുന്നത്, അതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ചാടുകയല്ലേ. അപ്പൊ നമ്മൾ ഈ പ്ലാൻ ഉറപ്പിക്കുകയാണേ. കൊടുക്കേ. ജയ് സെൻട്രൽ ജയിൽ. അണ്ണാ, ഞാൻ പോയി കഴിവിട്ട് ചട്ടി എടുത്തിട്ടുണ്ട്. എന്നെ നോക്കണ്ട, എന്റെ ചെട്ടി കൊടുക്കാം. അതല്ല, എന്റെ മനസ്സിൽ ഭയങ്കര വിഷമം. എടാ, നമ്മൾ ഇവിടുന്ന് ജയിലിൽ ചാടി ബസ് പിടിച്ച് വീട്ടിൽ ചെന്നു. പിറ്റേന്ന് രാവിലെ നമ്മൾ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? ഞാൻ രാവിലെ കിടന്നുറങ്ങി അമ്മേനെ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങത്തില്ല, എന്നെ വഴക്ക് പറയും. നീ എന്ത് ചെയ്യും? അപ്പമാർക്ക് പണിക്ക് വരാൻ പറഞ്ഞേ. എന്നെയാണ് ഭാര്യ 3 നേരം കുഞ്ചേർത്ത് ഇരിക്കുകയും ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും? അതെ, ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, നമ്മൾ ശരിക്കും എന്തിനാ ജയിലിൽ ചാടണേ? എനിക്ക് നല്ലപോലെ കിടന്ന് ഉറങ്ങണം. എനിക്ക് 3 നേരം തിന്നണം. എനിക്ക് കൂട്ടുകാരോടെ പണിക്കൊന്നും പോകാണ്ട് കറങ്ങടിച്ച് നടക്കണം അല്ലേ? എടാ, ആ പരിപാടിയല്ലേ നമ്മളിപ്പോ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. പണിക്ക് പോകണ്ട ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ജയിലിൽ ചാടണ്ട. സെൻട്രൽ ജയിൽ, ഐ ലവ് യു. നമ്മൾ ജയിലിൽ ചാടുന്ന ഉറപ്പിച്ചേ. ഉറപ്പിച്ചല്ലോ. ചോർ ചോർ. നമ്മളല്ല, വേറെ കള്ളന്മാരുണ്ട. അയ്യോ, അതല്ല, ഞാൻ ചോറ് റെഡിയാന്ന് ചോദിച്ചല്ലേ. എടാ, ഇപ്പൊ എന്റെ കൂടെ വരുവാണെങ്കിൽ വയർ നിറച്ച് ചോറിനാം. ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്നെ പറയുന്നു ചേച്ചി. അയ്യോ, നമ്മളുടെ ഫേവറേറ്റ് ടീമാണ്. 3 പേരെയും അവരെ അസാധ്യമായിട്ട് എനിക്ക് 3 പേരും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിങ്ങൾ വന്ന് എന്ത് സ്കിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടെ എന്ത് മാർക്ക് വരുന്നു അതൊക്കെ എല്ലാം വേറെ കാര്യം. പക്ഷെ ബാറ്ററിന്റെ ചാർജ് അല്ല, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ ചാർജ് ആവുന്നുണ്ട്. എനിക്കും ചേച്ചി. സൂപ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്കിനി നോക്കാം. ഓക്കെ, നോക്കിയാലോ? യാ. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 23,000 rupees ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. അടിപൊളി, ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടുത്ത തവണ വരുമ്പോ കുറച്ചും കൂടെ ഒന്ന് കിടിലമാക്കി കൗണ്ടേഴ്സ് കൂട്ടി ചിരിപ്പിക്കാം. ഓക്കെ.